നമസ്കാരം സുഹൃത്തുക്കളെ, ഓഡിയോ ബുക്ക് ഡെയിലി മലയാളം ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മാർച്ച് പകുതിയോടെ കൊടും തണുപ്പുള്ള ഒരു ഞായറാഴ്ച ക്യാമ്പ് കമാൻഡർ ഉഷനവ് തടവുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു, എന്റെ മുറിയിൽ ഒരു റേഡിയോ സെറ്റുണ്ട്. അതിന്റെ പേര് ടെലിഫങ്കൻ എന്നാണ്. ഈ റേഡിയോയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആരെങ്കിലുമുണ്ടോ? അത് നന്നാക്കാൻ നിങ്ങൾക്കറിയാമോ? എനിക്ക് ടെലിഫങ്കൻ റേഡിയോയെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് ഒരു ടെലിഫങ്കൻ റേഡിയോ ആയിരുന്നു. അതൊരു ജർമ്മൻ കമ്പനിയുടെ നിർമ്മിതിയായിരുന്നു. പലതവണ ഞാനത് തുറന്ന് നന്നാക്കിയിട്ടുണ്ട്. കമാൻഡറുടെ ചോദ്യത്തിന് ആരും മറുപടി നൽകിയില്ല. ആർക്കെങ്കിലും അറിയാമായിരിക്കുമോ എന്ന് എല്ലാവരും ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അത് നന്നാക്കുമ്പോൾ പുറംലോകത്തെ വാർത്തകൾ വല്ലതും കേൾക്കാൻ കഴിയുമോ എന്ന ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. മറ്റാരെങ്കിലും നന്നാക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമോ എന്ന് എനിക്ക് പരിഭ്രമമായി. എനിക്ക് നന്നാക്കാൻ കഴിയും, ഞാൻ പറഞ്ഞു. ശരി, എനിക്ക് ആവശ്യമുള്ളപ്പോൾ അറിയിക്കാം എന്ന് പറഞ്ഞ കമാൻഡർ അടുത്തുള്ള സൈനികനോട് എന്റെ പേരെഴുതിയെടുക്കാൻ പറഞ്ഞു. അതെന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു നിമിഷമായിരുന്നു എന്ന് പറയാം. ഞങ്ങളുടെ ഭാവിയിലെ മഹാപലായനത്തിന് ഗ്രേറ്റ് എസ്കേപ്പ് പ്രചോദനം ലഭിച്ചത് ആ തീരുമാനത്തിൽ നിന്നാണെന്ന് പറയാം. ആ ഒറ്റപ്പെട്ട ക്യാമ്പിലെ ആയിരക്കണക്കിന് പുരുഷ തടവുകാർക്കിടയിൽ ഒരേയൊരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയാവുന്നിടത്തോളം ആരും അവളോട് സംസാരിക്കുകയോ അവളെ കാണുകയോ ചെയ്തിരുന്നില്ല. അവൾ കമാൻഡർ ഉഷനോവിന്റെ ഭാര്യയായിരുന്നു. റേഡിയോ നന്നാക്കുന്ന വേളയിൽ എനിക്ക് അവളെ കാണാനും സംസാരിക്കാനും അവസരം ലഭിച്ചു. അടുത്ത ദിവസം സ്കീ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുമ്പോൾ കമാൻഡറുടെ സഹായി ഇംഗോർ വന്ന് കമാൻഡർ വിളിക്കുന്നുണ്ടെന്ന് അറിയിച്ചു. ഞാൻ അവന്റെ കൂടെ പോകുമ്പോൾ കുറച്ച് തടവുകാർ പോളണ്ടിലെ വാർത്തകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മറ്റു ചിലർ ചെക്കോസ്ലോവാക്കിയെയും ഹംഗറിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ ഇൻഗോറിനെ പിന്തുടർന്നുപോയി. ഉഷനോവിന്റെ ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് ഞാൻ എത്തിനോക്കി. വലിപ്പത്തിന്റെ കാര്യത്തിൽ അത് തടവുകാരുടെ താമസസ്ഥലത്തേക്കാൾ വ്യത്യസ്തമായിരുന്നില്ല. പക്ഷേ അത് ചൂടുള്ളതും വളരെ വൃത്തിയുള്ളതുമായിരുന്നു. ഇംഗോർ എന്നെ അകത്തേക്ക് കൊണ്ടുപോയി. ഉഷനോവ് മുറിയിൽ നിന്ന് പുറത്തുവന്ന് എന്നോട് ചോദിച്ചു, റേഡിയോ സെറ്റ് കാണാൻ വന്നതാണോ പൊലോവിംഗ്? ഞാൻ അതേയെന്ന് പറഞ്ഞപ്പോൾ, കാണിച്ചുതരാം, നിൽക്കൂ എന്ന് പറഞ്ഞ് അയാൾ റേഡിയോ എടുക്കാൻ മുറിക്കുള്ളിലേക്ക് പോയി. അയാളുടെ ഭാര്യ പുറത്തുവന്ന് അവിടെ കത്തുന്ന അടുപ്പിനു മുന്നിൽ തണുപ്പകറ്റാനിരുന്നു. റേഡിയോയുമായി പുറത്തുവന്ന ഉഷനോവ് അവളെ എനിക്ക് പരിചയപ്പെടുത്തി. ഞാൻ അവളെ തലകുനിച്ചു വന്ദിച്ചു. എന്റെ അമ്മയോട് യാത്ര പറഞ്ഞ് പോളണ്ട് വിട്ടതിനുശേഷം ഞാൻ കാണുന്ന ആദ്യത്തെ സ്ത്രീയായിരുന്നു അവൾ. റഷ്യൻ ശൈലിയിൽ തലമുടി ചീകി പിന്നിലേക്ക് കെട്ടിവെച്ചിരുന്നു. ചുമരിൽ സ്റ്റാലിന്റെ ഒരു വലിയ ചിത്രം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിനു മുന്നിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന പുതിയ ടെലിഫങ്കൻ റേഡിയോ അയാൾ വെച്ചിരുന്നു. ഞാൻ റേഡിയോ എടുത്ത് അവിടെയുള്ള ഒരു ഒഴിഞ്ഞ ബെഞ്ചിന് മുകളിൽ വെച്ചു. ഉഷനോവ് എനിക്കൊരു സിഗരറ്റ് നൽകി. ഞാൻ ബെഞ്ചിനു മുകളിൽ വെച്ച് അത് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഭാര്യയും ഗൗരവത്തോടെ അടുത്തുവന്നിരുന്ന് എന്റെ അറ്റകുറ്റപ്പണി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് ഞാൻ ചോദിച്ചു. ഇത് ഞാൻ പോളണ്ടിൽ നിന്നാണ് വാങ്ങിയത്. നിർഭാഗ്യവശാൽ 1938 ഞാൻ പോളണ്ടിൽ റഷ്യൻ സൈന്യത്തിന്റെ കമാൻഡറായിരുന്നു. അന്ന് വാങ്ങിയതാണ്, ഉഷനോവ് മറുപടി നൽകി. അദ്ദേഹം ഉപയോഗിച്ച നിർഭാഗ്യവശാൽ എന്ന വാക്കിനെക്കുറിച്ച് എന്റെ മനസ്സ് പ്രത്യേകം ചിന്തിച്ചു. അവിടെ എന്തോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് ഞാൻ കരുതി. ഇദ്ദേഹത്തെ ശിക്ഷിക്കാനായി തന്നെയായിരിക്കാം ഇവിടെ ലേബർ ക്യാമ്പിന്റെ ചുമതല ഏൽപ്പിച്ചത് എന്നെനിക്ക് തോന്നി. അത്രയും സംസാരിച്ച ഉഷനോവ് വീണ്ടും തിരിഞ്ഞ് തീയുടെ അടുത്തിരുന്നു. ഞാൻ സാവധാനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേഗത്തിൽ റിപ്പയർ തീർക്കണമെന്ന തിടുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. റേഡിയോയുടെ ഓരോ ഭാഗങ്ങളും സർക്യൂട്ടുകളും പരിശോധിച്ചുകൊണ്ട് ജോലി തുടർന്നു. ഏകദേശം അരമണിക്കൂറിനു ശേഷം തലയുയർത്തി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെയുണ്ടായിരുന്നില്ല. അടുക്കളയിൽ എന്തോ ചെയ്യുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ 2 ഗ്ലാസുകളിൽ കാഫി കൊണ്ടുവച്ചു. ഉഷനോവ് എന്നെയും തീയുടെ അടുത്തേക്ക് വിളിച്ചിരുത്തി ഒരു ഗ്ലാസ് എന്റെ കൈയിൽ തന്നു. ഇൻഷിതഗോർ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോഴും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ പരിശോധിക്കുന്നത് വളരെ സാവധാനത്തിലുള്ള ജോലിയാണെന്ന് ഞാൻ കമാൻഡറോട് പറഞ്ഞു. അത് ശരിവയ്ക്കുന്നതുപോലെ ഉഷനോവ് തലയാട്ടി. നീ പറഞ്ഞത് ശരിയാണ്, നാളെ നീ വീണ്ടും വന്ന് ജോലി തുടരണം. ഞാൻ ആളയക്കാം എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചെത്തിയപ്പോൾ സ്കീ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന തടവുകാരെല്ലാം, കൂട്ടുകാരാ, നമ്മുടെ നാടിന്റെ എന്തെങ്കിലും വിശേഷം കേട്ടോ എന്ന് ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ ജോലി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് അവർക്കറിയില്ലല്ലോ. പിറ്റേ ദിവസം ഇൻഷിൻഗോർ വീണ്ടും വന്ന് കമാൻഡർ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയിച്ചു. ഇത്തവണ ഞാൻ റിപ്പയർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമാൻഡറും ഭാര്യയും സംസാരിച്ചു. ഞാൻ പോളണ്ടുകാരനായിട്ടും ഇത്ര നന്നായി റഷ്യൻ സംസാരിക്കുന്നതിനെക്കുറിച്ച് അവർ അത്ഭുതം പ്രകടിപ്പിച്ചപ്പോൾ എന്റെ അമ്മ റഷ്യക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞു. ലേബർ ക്യാമ്പിലിടാൻ മാത്രം നീ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഉഷനോവ് ചോദിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഉഷനോവിന് അത്ഭുതമോ ആഘാതമോ ഉണ്ടായതായി തോന്നിയില്ല. ഒരുപക്ഷേ എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് നിരപരാധികൾ അവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ അവനും അത്തരമൊരു ശിക്ഷയ്ക്ക് ഇരയായിട്ടുണ്ടാകാം.
എന്റെ വിചാരണയുടെ ഒരു ഘട്ടത്തിലും ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശദീകരിച്ചു. നിനക്ക് എത്ര വർഷത്തെ ശിക്ഷയാണ് ലഭിച്ചത്? 25 വർഷമല്ലേ എന്ന് ഉഷ്നോവ് ചോദിച്ചു. അതെ. ഭാര്യയും ഭർത്താവും കുറച്ചുനേരം മൗനമായിയിരുന്നു. 25 വർഷമെന്ന് പറഞ്ഞാൽ വളരെ നീണ്ട തടവുശിക്ഷ. നിനക്കിപ്പോൾ എത്ര വയസ്സായി എന്ന് ഭാര്യ ചോദിച്ചു. എനിക്ക് 25 വയസ്സ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ 3 പേർക്കുമിടയിൽ കുറച്ചുനേരം മൗനം നിലനിന്നു. അതിനുശേഷം ഉഷനോവ്, റഷ്യ വീണ്ടും യുദ്ധത്തിലകപ്പെടുമോ എന്തോ എന്ന് പിറുവിറുത്തു. റേഡിയോ ഉടൻ റിപ്പയറാകണമെന്ന തിടുക്കം അവർക്കും ഉള്ളതായി തോന്നിയില്ല. റേഡിയോയുടെ ബാറ്ററി കണക്ഷൻ ശരിയല്ലെന്ന് എനിക്ക് തോന്നി. റിപ്പയർ ചെയ്യുന്നതിനിടയിൽ ഒരു തവണ റേഡിയോ പെട്ടെന്ന് ഗൊര ഗൊര എന്ന് ശബ്ദമുണ്ടാക്കി. കമാൻഡറുടെ ഭാര്യ പോളണ്ടിലെ സ്ത്രീകളുടെ ഫാഷനെക്കുറിച്ച് കൗതുകത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഉടനെ ശരിയാക്കിയാൽ പിന്നെ എന്നെ വിളിക്കില്ലല്ലോ എന്ന് കരുതി അന്നത്തെ ജോലി അവിടെ അവസാനിപ്പിച്ചു. 2 ദിവസത്തിനുശേഷം എന്റെ റിപ്പയർ ജോലി തുടരാൻ വീണ്ടും വിളിച്ചു. ഇത്തവണ ഉഷനോവ് ഫയലുകൾക്കിടയിൽ ജോലിയിലായിരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സംസാരം തുടർന്നു. പോളണ്ടിലെ സിനിമകളെക്കുറിച്ച് അവർ ചോദിച്ചു. ഇത്തവണ ഞാൻ റേഡിയോയ്ക്ക് ബാറ്ററി കണക്ഷൻ നൽകി സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ ഡയലുകൾ തിരിച്ചു വിവിധ സ്റ്റേഷനുകൾ ശരിയായി വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. ഫയലുകൾക്കിടയിൽ ജോലി ചെയ്തിരുന്ന ഉഷനോവ് എഴുന്നേറ്റ് കൗതുകത്തോടെ റേഡിയോ കേൾക്കാൻ വന്നു. ഞാൻ ഡയലുകൾ തിരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഹിറ്റ്ലറുടെ പ്രസംഗം കേട്ടു. ജർമ്മനിയിലെ റൂർ പ്രദേശത്ത് ഏതൊക്കെയോ യുവജന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. റേഡിയോ ശരിയായത് കണ്ട് ഉഷനോവ് സന്തോഷവാനാവുകയും പുകയിലയുടെ ഒരു പാക്കറ്റും ഒരു പഴയ പത്രവും എനിക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. അപ്പോഴേക്കും ഇംഗോർ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഇതിനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഞാൻ നിന്നെ അറിയിക്കാം. കാരണം ഇതിന്റെ പ്രവർത്തനരീതി ഞങ്ങൾക്ക് ശരിയായി മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉഷനോവ് എഴുന്നേറ്റു. മാർച്ച് അവസാനിക്കാറായിരുന്നു. ഞങ്ങൾ സ്കീ ജോലി തുടർന്നു. റേഡിയോയ്ക്ക് പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. കമാൻഡർ ഉഷനോവിൽ നിന്ന് പിന്നീട് വിളി വന്നില്ല. ഈ സമയത്താണ് എനിക്ക് അസാധാരണനായ ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ ക്യാമ്പിലുണ്ടായിരുന്ന തടവുകാരിൽ ഏറ്റവും കരുത്തനും ബലിഷ്ഠനുമായവൻ ഇയാളാണെന്ന് പറയാം. കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരത്തടികൾ അറുത്ത് സ്കീബോർഡ്സ് നിർമ്മിക്കലായിരുന്നു ഇയാളുടെ ജോലി. മറ്റുള്ളവർക്ക് എപ്പോഴും സഹായഹസ്തം നീട്ടുന്ന സ്വഭാവക്കാരൻ. ഇയാളുടെ പേര് കൊളമെനോസ്. ഒരിക്കൽ ഞാനൊരു മരത്തടി ഉയർത്താൻ കഷ്ടപ്പെടുന്നത് കണ്ട കൊളമെനോസ് എന്റെ അടുക്കൽ വന്ന് അത് ഉയർത്താൻ സഹായിച്ചു. അവന്റെ കൈകളുടെ ഭീമമായ കരുത്ത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അവൻ ലാറ്റ്വിയ ഒരു കർഷകനായിരുന്നു. സ്വന്തമായി കൃഷിഭൂമിയുണ്ടെന്നുള്ളത് ഒരു കുറ്റമായി പരിഗണിച്ച് കമ്മ്യൂണിസ്റ്റുകാർ അവന് ശിക്ഷ വിധിച്ചതായിരുന്നു. അവനെ കണ്ടപ്പോൾ എനിക്ക് എന്റെ പഴയ രക്ഷപ്പെടൽ സ്വപ്നം വീണ്ടും ഓർമ്മ വന്നു. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ, സന്തോഷത്തോടെ വരാം, നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് അവൻ മറുപടി നൽകി. അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻസ്റ്റഗോറിന്റെ മുഖം കണ്ടത്. കമാൻഡർ വീണ്ടും റേഡിയോ നന്നാക്കാൻ എന്നെ വിളിച്ചു പറഞ്ഞയച്ചിരുന്നു. ഞാൻ മേത്തുണ്ടായിരുന്ന മരപ്പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് ഇൻസ്റ്റഗോറിനെ പിന്തുടർന്നു. ഞാൻ ചെന്നപ്പോൾ ഉഷനോവ് ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗിനായി ഇറങ്ങുകയായിരുന്നു. നീ ഇവനെക്കൊണ്ട് നന്നാക്കിച്ചോളൂ എന്ന് ഭാര്യയോട് പറഞ്ഞ് അയാൾ പുറപ്പെട്ടു. അവർ തമ്മിൽ വളരെ സ്നേഹത്തിലാണെന്ന് എനിക്ക് തോന്നി. ഒരു തടവുകാരനോടൊപ്പം ഭാര്യ തനിയെ ഇരിക്കുന്നതിനെക്കുറിച്ച് അയാൾക്ക് ലേശം പോലും ആശങ്കയുള്ളതായി കണ്ടില്ല. അയാൾ പോയശേഷം ഞാൻ റേഡിയോ പരിശോധിച്ചു. അതെല്ലാം ശരിയാണെന്ന് തോന്നി. ബാറ്ററി മാത്രം കുറച്ച് ദുർബലമായിരുന്നു. സ്വിച്ചിട്ടപ്പോൾ അത് സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. മറ്റൊരു പുതിയ ബാറ്ററി വരുത്തിക്കാമെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു. ഇരിക്കൂ, നിനക്ക് ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കിത്തരാം. അതിനുശേഷം ആ റേഡിയോയിൽ എനിക്കിഷ്ടപ്പെട്ട സംഗീതം വരുന്നുണ്ടോ എന്ന് നോക്കിവെച്ചു തരൂ. അവൾ അകത്തേക്ക് പോയി. അവൾ ചായ കൊണ്ടുവന്നു തന്നു. ഞാൻ റേഡിയോയിൽ വെച്ച സംഗീതം കേട്ട് കണ്ണുപൂട്ടി അവൾ പറഞ്ഞു, സംഗീതം എന്റെ ജീവനാണ്. ഇവിടെ വന്ന് ജീവിതത്തിലുള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ കണ്ണുപൂട്ടി നെടുവീർപ്പിട്ടു. എന്നെപ്പോലൊരു തടവുകാരന്റെ മുന്നിൽ അവൾ എന്തിനാണ് അങ്ങനെ നെടുവീർപ്പിട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷേ അവൾ തന്റെ ഭർത്താവിനെ അത്രയധികം സ്നേഹിച്ചിരുന്നിരിക്കാം. അവനുവേണ്ടി മാത്രമാണ് അവൾ ഇവിടെ കാലം കഴിക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളെക്കാൾ കുറച്ചുകൂടി നല്ല ബാരക്കുകളും ഭക്ഷണവും എന്നതൊഴിച്ചാൽ ഇവിടെയുള്ള തടവുകാരും അധികാരികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. അവളുടെ അച്ഛൻ സാർ ചക്രവർത്തിയുടെ സൈന്യത്തിൽ ഓഫീസറായിരുന്നത്രേ. കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാലത്ത് വിപ്ലവകാരികൾ അവളുടെ അച്ഛനെ വെടിവെച്ചുകൊന്നു. അമ്മയോടൊപ്പം അവൾ അവിടെ നിന്ന് യാൽദയിലേക്ക് ഓടിപ്പോയി. അവൾക്ക് റഷ്യയോട് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ വിപ്ലവത്തിന്റെ പേരിൽ ഇവിടെ ഓരോ ദിവസവും നടക്കുന്നത് കണ്ട് അവൾ മടുത്തിരുന്നു. അവൾ തന്റെ പഴയ ചരിത്രമല്ലാതെ മറ്റൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നാൽ അവളുടെ വിരക്തി വാക്കുകൾക്കും അപ്പുറം പ്രകടമായിരുന്നു. ഉഷനോവിനെ എന്തിനാണ് ഇങ്ങോട്ട് സ്ഥലം മാറ്റിയത് എന്നതിനെക്കുറിച്ച് അവളൊന്നും മിണ്ടിയില്ല. ഇത്രയും ദുഷ്കരമായ ഒരിടത്ത് ഈ പെൺകുട്ടിക്ക് കഴിയേണ്ടി വന്നതിൽ എനിക്ക് വിഷമം തോന്നി. ചായ കുടിക്കുന്നതിനിടയിൽ അവൾ പെട്ടെന്നെന്നോട് ചോദിച്ചു, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇടുത്തി പോലെ വന്ന ഈ ചോദ്യം കേട്ട് ഞാൻ വിറച്ചുപോയി.
എന്റെ ചിന്തകൾ അവൾ അറിഞ്ഞുവോ എന്ന് ഭയന്ന് എന്തു ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ ചായ ഗ്ലാസ് താഴെ വെച്ചു. അവൾ തന്റെ നീലക്കണ്ണുകളാൽ എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്റെ മൗനവും പരിഭ്രമവും കണ്ട് അവൾ ഗൗരവത്തോടെ പറഞ്ഞു, നിനക്കെന്നെ ഇതുവരെ വിശ്വാസമായിട്ടില്ലെന്ന് തോന്നുന്നു സ്ലാവോമിർ റാവീസ്. നിനക്ക് ആരോടെങ്കിലും നിന്റെ കഷ്ടപ്പാടുകൾ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടാകുമെന്ന് ഞാൻ കരുതി. എന്നോട് അതെല്ലാം സംസാരിച്ചാൽ നിനക്ക് യാതൊരു അപകടവും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് ആശ്വാസവാക്കുകളോടെ അവൾ പറഞ്ഞു. രക്ഷപ്പെടൽ, അതായിരുന്നു അപ്പോൾ എന്റെ സ്വപ്നം. ഈ സ്ത്രീ എന്റെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ തോന്നി. എന്നാൽ അവളുടെ ചോദ്യം എനിക്ക് എത്രത്തോളം ആഘാതമുണ്ടാക്കിയെന്നാൽ എനിക്ക് വായ തുറക്കാൻ പോലുമായില്ല. നാവ് വഴങ്ങിയില്ല. എന്റെ സ്വപ്നത്തിന്റെ ചെറിയൊരു സൂചന പോലും ഇവിടുത്തെ അധികാരികൾക്ക് കിട്ടിയാൽ ഞാൻ മരിക്കേണ്ടിവരും, അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ടും മരിച്ചതിനു തുല്യമായി കാലം കഴിക്കേണ്ടിവരും. ഒരു ക്രൂരമൃഗത്തെപ്പോലെ ജീവിതകാലം മുഴുവൻ കൂട്ടിലടയ്ക്കപ്പെടും. അപ്പോഴേക്കും ഇൻസ്ത്രഗോർ എന്നെ തിരികെ കൊണ്ടുപോകാൻ വന്നു. ഞാൻ അവനോടൊപ്പം ഇറങ്ങുമ്പോൾ അവൾ പറഞ്ഞു, പുതിയ ബാറ്ററി വന്നാലുടൻ നിന്നെ വീണ്ടും വിളിപ്പിക്കാം. അത് കൃത്യമായി ഇട്ടുതരണം. എന്റെ പരിഭ്രമത്തിൽ നിന്ന് ഞാൻ അപ്പോഴും മുക്തനായിരുന്നില്ല. ശരി, തീർച്ചയായും വരാം. ഈ ജോലി എനിക്ക് സന്തോഷമേയുള്ളൂ എന്ന് വിറയലോടെ പറഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി. കമാൻഡറുടെ ഭാര്യ തന്റെ ചോദ്യങ്ങളിലൂടെ എന്നിൽ രക്ഷപ്പെടാനുള്ള അഗ്നി ആളിപ്പടർത്തിയിരുന്നു. അവളോട് ഈ വിഷയം സംസാരിക്കാമെന്ന് എനിക്ക് തോന്നി. അവൾക്കും സോവിയറ്റ് സർക്കാരിനോട് അത്ര വലിയ താൽപ്പര്യമൊന്നും ഉള്ളതായി കണ്ടില്ല. അതിനാൽ അവളോട് എന്റെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷേ അവൾ എന്തെങ്കിലും ഉപദേശമെങ്കിലും നൽകിയേക്കാം. കമാൻഡറുടെ ഭാര്യ എന്ന നിലയിൽ അവൾക്ക് ഇതിൽ കൂടുതൽ സഹായം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അവൾ വീണ്ടും എന്നെ എപ്പോൾ വിളിക്കുമെന്ന് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി.